സുവിശേഷത്തിൻ ദീപതെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 നിലവിളി കേൾക്കുന്ന ദൈവമേ, കണ്ണീരുപ്പീടുന്ന ദൈവമേ, നിലവിളി കേൾക്കുന്ന ദൈവമേ, കണ്ണീരുപ്പീടുന്ന ദൈവമേ, ദുഃഖത്തിൻ നീർക്കയത്തിൽ നിന്നുമെന്നെ കരകയറ്റേണം. കയത്തിൽ നിന്നുമെന്നെ കരകയറ്റേണമേ ദൈവമേ, നിലവിളി കേൾക്കുന്ന ദൈവമേ, കണ്ണീരൊപ്പിടുന്ന ദൈവമേ. ചേതനയറ്റുപോ ആർക്കും വേണ്ടാത്തതായി എൻ്റെ ജന്മം. ദുഃഖപാശത്താൽ ചേതനയറ്റുപോ ആർക്കും വേണ്ടാത്തതായി എൻ്റെ ജന്മം. നിലവിളി കേൾക്കുന്ന ദൈവമേ, കണ്ണീരുപ്പീടുന്ന ദൈവമേ.
വിളിച്ചിടും ഞാൻ. നിൻമുഖമെന്നിൽ പതിഞ്ഞു പോയി നിത്യവും നിന്നെ വിളിച്ചിടും ഞാൻ. നിൻമുഖമെന്നിൽ പതിഞ്ഞു പോയി നീ മാത്രമാണെൻ ആശ്രയം. പൂർണ്ണമായ അർപ്പണം ചെയ്യുന്നു ഞാൻ. നീ മാത്രമാണെൻ ആശ്രയം. പൂർണ്ണമായ അർപ്പണം ചെയ്യുന്നു ഞാൻ. നിലവിളി കേൾക്കുന്ന ദൈവമേ, കണ്ണീരുപ്പീടുന്ന ദൈവമേ, ദുഃഖത്തിൻ നീർക്കയത്തിൽ നിന്നുമെന്നെ കരകയറ്റേണമേ ദൈവമേ. ദുഃഖത്തിൻ നീർക്കയത്തിൽ നിന്നുമെന്നെ കരകയറ്റേണമേ ദൈവമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, കണ്ണീരുപ്പീടുന്ന ദൈവമേ. ശാലോം പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ സമാധാനവും കൃപയും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1912 ഏപ്രിൽ 14 ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കപ്പൽ അപകടം ഉണ്ടായി. ടൈറ്റാനിക് കപ്പലിൻ്റെ ദുരന്തം. 2000-ഓളം യാത്രക്കാരുമായിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോയ കപ്പൽ ഒരു ഭീമൻ മഞ്ഞുകട്ടയിൽ തട്ടി തകർന്ന് തരിപ്പണമായി. ഏതാണ്ട് മുഴുവൻ യാത്രക്കാരും മുങ്ങി മരിക്കുകയുണ്ടായി. ഈ കപ്പലപകടത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയോഗിച്ചു അപകടത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനായി. 3 കാരണങ്ങളാണ് അവർ കണ്ടെത്തിയത്. ഒന്നാമത്തെ കാരണം, കപ്പലിൻ്റെ കപ്പിത്താനും സംഘവും കൺട്രോൾ സ്റ്റേഷനിൽ നിന്ന് കൊടുത്ത മുന്നറിയിപ്പുകൾ അവഗണിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം, കപ്പിത്താനും സംഘവും കപ്പലിൻ്റെ ഗതി മാറ്റുവാൻ കിട്ടിയ നിർദ്ദേശം അവഗണിച്ചു. മൂന്നാമത്തെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് കപ്പിത്താൻ്റെ അമിതമായ ആത്മവിശ്വാസവും അഹന്തയുമാണ്. ജീവിതമാകുന്ന നമ്മുടെ കപ്പൽ, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതമാകുന്ന കപ്പൽ തിന്മയുടെ കരിമ്പാറ കെട്ടുകളിൽ തട്ടി തകരാതിരിക്കണമെങ്കിൽ ചില മുന്നറിയിപ്പുകൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബൈബിൾ മുഴുവൻ മുന്നറിയിപ്പുകളാണ്. ദിശ മാറ്റാനുള്ള മുന്നറിയിപ്പ്, അപകടങ്ങൾ ഉണ്ടാകാം എന്നുള്ള മുന്നറിയിപ്പ്, ഇതെല്ലാം തിരുവചനം നൽകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ തന്നെ അമിതമായ ആത്മവിശ്വാസം, എനിക്കൊന്നും പേടിക്കാനില്ല, എനിക്കൊന്നും സംഭവിക്കുകയില്ല, ഞാൻ പാളിപ്പോവുകയില്ല, തെറ്റിപ്പോവുകയില്ലെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് തെറ്റുകളിലേക്ക് കടന്നു ചെല്ലുന്ന ധാരാളം പേരുണ്ട്. ഒരു കാറ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ കാറിൽ ഉപയോഗിക്കേണ്ട ഇന്ധനം പെട്രോളാണോ ഡീസലാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളോ വണ്ടി ഓടിക്കുന്ന വ്യക്തിയോ അല്ല, അത് ഉണ്ടാക്കിയ കമ്പനിയാണ്. കാരണം അവർക്ക് ആ കാറിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ചില സങ്കല്പങ്ങളുണ്ട്. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ, ഒരു ടി-വിയോ ഒരു കമ്പ്യൂട്ടറോ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ അവ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്ന് കാണിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ കിട്ടാറുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ യന്ത്രങ്ങൾ അവയുടെ പ്രയോജനകരമായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഇതുപോലെ ദൈവം നമുക്ക് ധാരാളം നിർദ്ദേശങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓപ്പറേറ്റിംഗ് മാനുവലായ ബൈബിളിലൂടെ നൽകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഇന്ന് ക്രിസ്തീയ ജീവിതം തട്ടിത്തകരുന്ന ഒരു മേഖല ബന്ധനങ്ങളാണ്. ആസക്തികളുടെ മേഖലയിലാണ് പലപ്പോഴും ആളുകൾ പരാജയപ്പെടുന്നത്. സാധാരണ പറയാറുണ്ട്, ഇഫ് ഗോഡ് ഡസൻറ്റ് ടച്ച് യു
ഡെവിൾ വിൽ ടച്ച് യു. ദൈവം നിന്നെ സ്പർശിക്കുന്നില്ലെങ്കിൽ പിശാച് നിന്നെ സ്പർശിക്കും. കാരണം തിന്മയുടെ ശക്തികൾ ലോകാരൂപി എല്ലാ വിധത്തിലും നമ്മളെ കീഴടക്കാനായിട്ട് വ്യഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 12:12 നമ്മൾ വായിക്കുന്നുണ്ട്, ഇനി അല്പസമയമേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ശത്രുവായ പിശാച് അരിശം പൂണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എത്രയോ ചിന്തോദ്ദീപകമായ വചനമാണ്. നമ്മൾ വിചാരിക്കും ഇനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്ന്. എന്നാൽ പിശാച് വിചാരിക്കുന്നത് ഇനി മനുഷ്യരെ നശിപ്പിക്കാൻ അധികം സമയമില്ല, നരകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ അധികം സമയമില്ല. അതുകൊണ്ട് അവൻ വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണ്. അരിശം പൂണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതിനെയാണ് പത്രോസ്ലിയായും പറയുന്നത്. 1 പത്രോസ് 5:8 പറയുന്നുണ്ടല്ലോ, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ, കാരണം നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ നിരന്തരമായ ഒരു ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ ലോകം പ്രത്യേകിച്ച് ഒത്തിരി ആകർഷണങ്ങൾ, താൽക്കാലികമായ ജഡിക സുഖങ്ങളുടെ മേഖലകൾ മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. അവ മനുഷ്യനെ മരിഞ്ഞും മുറുക്കുകയാണ്. അങ്ങനെ അവൻ അടിമത്തത്തിലെത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. മദ്യാസക്തി, ധനാസക്തി, ജഡികമായ ആസക്തി, വസ്ത്രാസക്തി, അല്ലെങ്കിൽ സ്വർണ്ണ ആസക്തി, പ്രേമബന്ധങ്ങൾ, TV, സിനിമ, സീരിയല്, മൊബൈല്, ഇൻ്റർനെറ്റ്, തെറ്റായ ബന്ധങ്ങൾ, ഇവയുടെ എല്ലാം ഒരു വരിഞ്ഞുമുറുക്കൽ, അടിമത്തം ഇന്നത്തെ ലോകത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഇവയെല്ലാം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കുകയാണ്. ഒരു കയറുകൊണ്ട് നമ്മളെ ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അനങ്ങാൻ ബുദ്ധിമുട്ടാണ്. അനേകം കയറുകൾ കൊണ്ട് നമ്മളെ ബന്ധിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം മുഴുവൻ തന്നെ പോയി. അങ്ങനെയെങ്കിൽ അനേകം തിന്മകൾ മനുഷ്യനെ ഒരുമിച്ച് ബന്ധിപ്പിച്ച് കഴിയുമ്പോൾ അവൻ വലിയ ഊരാക്കൊടുക്കലാകുകയാണ്. അവൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ആ അവസ്ഥയിലാണ് ഇന്നത്തെ തലമുറ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 6:2 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്, അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും, നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും അങ്ങനെ നീ ഒരു ഉണക്കമരമായി തീരുകയും ചെയ്യും. എത്രയോ കണ്ണു തുറപ്പിക്കുന്ന വചനങ്ങളാണ് അവിടെ പറയുന്നത്. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത് എന്ന് പറഞ്ഞാൽ അതിരുവിട്ട മോഹങ്ങൾക്ക് അടിപ്പെടരുത്. കാരണം മനുഷ്യനെ ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ അവനെ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ. അതുകൊണ്ട് മനുഷ്യനെ കുത്തിക്കീറുന്ന, കാളക്കീറ്റിനെ പോലെ കുത്തിക്കീറുന്ന ആസക്തികൾ അവനെ വരിഞ്ഞു മുറുക്കുന്നുവെങ്കിൽ അതിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യമാണ് ഇന്ന് മനുഷ്യന് ആവശ്യമായിട്ടുള്ളത്. ഫ്രാൻസിസ് പാപ്പ അടുത്ത നാളിൽ പോളണ്ടിലെ യുവജന സമ്മേളനത്തിൽ സംബന്ധിച്ചപ്പോൾ പറയുകയുണ്ടായി അവരോട്, ഡോണ്ട് റൂയിൻ യുവർ ലൈഫ് ഫോർ ത്രിൽസ്. താൽക്കാലികമായ സുഖത്തിന് വേണ്ടി, ആസക്തികൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4:12 പറയുന്നുണ്ടല്ലോ, തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്കരായ വ്യക്തികളെ വഴിതെറ്റിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണിത്. നമ്മൾ ബൈബിളിൽ ഒരു പ്രത്യേക ചിത്രം കാണുന്നുണ്ട്, തിന്മയുടെ ഒരു ചിത്രം. എങ്ങനെ ലോകത്തിൻ്റെ വശ്യശക്തി ഒരു മനുഷ്യനെ പിടികൂടുന്നു എന്നത് വളരെ നാടകീയമായി സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ വളരെ ആകർഷണീയമായി ഉടുത്തൊരുങ്ങി ഒരു യുവാവ് അവളുടെ ആകർഷണ വലയത്തിൽപ്പെട്ട് അവളുടെ പിന്നാലെ പോവുകയാണ്. ആ യുവാവിന് സംഭവിക്കുന്ന അപകടത്തെക്കുറിച്ച്
3 ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ട് തിരുവചനം എടുത്തു പറയുന്നുണ്ട്. തിരുവചനം പറയുകയാണ്, അവൻ അവളുടെ പിറകെ പോകുന്നത് കശാപ്പ് ശാലയിലേക്ക് കാള പോകുന്നത് പോലെയാണ്. രണ്ടാമതായിട്ട് പറയുകയാണ്, ശരീരത്തിൽ ക്രൂരമ്പ് ഏൽക്കത്തക്ക വിധത്തിൽ കലമാൻ കെണിയിലേക്ക് പോകുന്നത് പോലെയാണ്. മൂന്നാമതായിട്ട് പറയുകയാണ്, പക്ഷി കെണിയിലേക്ക് പറന്നെത്തുന്നത് പോലെയാണ്. അവന് സംഭവിക്കാൻ പോകുന്നത് അവൻ അറിയുന്നില്ല. തുടർന്ന് തിരുവചനം പറയുകയാണ്, അവൻ്റെ ജീവനാണ് നഷ്ടപ്പെടുന്നതെന്ന് അവൻ അറിയുന്നില്ല. അവളിലൂടെ അനേകം ആളുകൾ നശിക്കാനിടയായിട്ടുണ്ട് എന്ന് തിരുവചനം പറയുന്നു. ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു പ്രതീകമായിട്ടുകൂടി എടുക്കാം. ലോകത്തിൻ്റെ എല്ലാ ആകർഷണങ്ങളുടെയും എല്ലാ വശ്യശക്തികളുടെയും എല്ലാ പരസ്യങ്ങളുടെയും ഒരു പ്രതീകമായിട്ട് എടുക്കാവുന്നതാണ്. മനുഷ്യൻ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യത്തിൻ്റെ മാദകത്വത്തിൻ്റെ ആകർഷണങ്ങളുടെ പിടിയിൽപ്പെട്ട് അവൻ നാശത്തിലേക്ക് കടന്നു പോകുന്ന ചെന്നെത്തുന്ന ഒരു ചിത്രം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇതുപോലുള്ള ആസക്തികൾ മനുഷ്യനെ വരിഞ്ഞു മുറുക്കി അവന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി അവന് അടിമത്തത്തിലാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 2 ന്യായാധിപന്മാർ സൂസന്നെ എന്ന് പറയുന്ന വിവാഹിതയായ സ്ത്രീയെ പ്രലോഭിപ്പിക്കാനായിട്ട് വരികയാണ്. തിന്മയ്ക്ക് അവളെ പ്രേരിപ്പിക്കുകയാണ്. അവരുടെ മാനസിക അവസ്ഥയെക്കുറിച്ച് തിരുവചനം പറയുന്നത്, അവർ വിവേകശൂന്യരായി ദൈവവിചാരം വെടിഞ്ഞ് അത്യാസക്തിയാൽ കീഴടക്കപ്പെട്ടു എന്നാണ്. അവളോടുള്ള അത്യാസക്തി, കാമാസക്തി അവളെ കീഴടക്കി. ദൈവവിചാരം അവർ വെടിഞ്ഞു. അവർ കാമ അന്ധതയിലായി. അങ്ങനെയുള്ള അവസ്ഥയിൽ അവർക്ക് സത്യമേതാണ്, തെറ്റേതാണ്, ശരിയേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാകുകയാണ്. ഇന്ന് അനേകം ആളുകൾ ബന്ധനങ്ങളിൽപ്പെട്ട് കഴിയുമ്പോൾ, ആസക്തികളിൽപ്പെട്ട് കഴിയുമ്പോൾ ഈ ഒരു അടിമത്തത്തിൽ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാത്ത വിവേചനരഹിതമായൊരവസ്ഥയിൽ ആകുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 8:34 ഈശോ തന്നെ പറഞ്ഞു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. നമുക്ക് സാംസനെ കുറിച്ചറിയാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായം മുതൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം നാം വായിക്കുന്നുണ്ട്. അദ്ദേഹം വലിയ അഭിഷേകത്തോടെ ജനിച്ച വ്യക്തിയാണ്. 13-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു യുവാവാണ് സാംസൺ. ഇസ്രായേൽക്കാരെ ഫിലിസ്തീനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ച വ്യക്തിയാണ്. അതിനുവേണ്ടി കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എല്ലാം അവന് നൽകപ്പെട്ടു. പക്ഷേ അവൻ വഴിതെറ്റിപ്പോയി. ലോകത്തിൻ്റെ വശ്യശക്തികളിൽ അവൻ ആകർഷനായി. അനേകം സ്വൈരിണികൾ, വേശ്യകൾ അവനെ വഴിതെറ്റിച്ചു. അങ്ങനെ അവൻ്റെ ശക്തി ചോർന്നുപോയി. തിരുവചനം പറയുകയാണ്, ന്യായാധിപന്മാരുടെ പുസ്തകം 16:20 പറയുകയാണ്, കർത്താവ് അവനെ വിട്ടുപോയി എന്നുള്ള കാര്യം അവൻ അറിഞ്ഞില്ല. എത്രയോ സങ്കടകരമായ കാഴ്ചയാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തി, അഭിഷേകം തന്നെ വിട്ടുപോയി എന്ന് അവൻ അറിയുന്നില്ല. അത്രമാത്രം അന്ധതയിൽ, അടിമത്തത്തിൽ സാംസൺ ആയി എന്നുള്ളതാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ഫിലിസ്തീയർ അവനെ പിടിച്ചുകൊണ്ടുപോയി കണ്ണ് ചുഴന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ കണ്ണ് ചുഴന്നെടുത്തു എന്ന് പറയുന്നത് വളരെ പ്രതീകാത്മകം കൂടിയാണ്. കാരണം അവൻ്റെ ദർശനം നഷ്ടപ്പെട്ടു, അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാണ് ചുഴന്നെടുക്കപ്പെട്ടത്. അതുകൊണ്ട് പിന്നീട് അവന് തെറ്റും ശരിയും ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവസാനം ഒരിക്കൽ കൂടി അവൻ ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നത് അവനും മറ്റുള്ളവരും നശിക്കാൻ വേണ്ടിയിട്ടാണ്, നാശത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ശക്തിയെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ അവൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവൻ നിന്നിരുന്ന കെട്ടിടം, സംവിധാനങ്ങളെല്ലാം അവൻ നശിപ്പിക്കുകയാണ്. അവനും അനേകരും അവനോടൊപ്പം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവം നൽകിയ ശക്തി
ദൈവം നൽകിയ കൃപ അവ ദുരുപയോഗിച്ച് കഴിഞ്ഞപ്പോൾ, ആസക്തികളുടെ പിന്നാലെ അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ വലിയ ദുരന്തത്തിലേക്ക്, ആത്മനാശത്തിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ആത്മീയ അന്ധത അല്ലെങ്കിൽ അടിമത്തം മാറിക്കിട്ടണം എന്നുള്ളതാണ്. അത് മാറിക്കിട്ടണമെങ്കിൽ കർത്താവായ യേശു തന്നെ നമ്മളെ സ്പർശിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 8:36 പറയുന്നുണ്ടല്ലോ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നമുക്ക് ഏറ്റവും അനിവാര്യമായി ആവശ്യമായിട്ടുള്ളത് കർത്താവായ ഈശോയുടെ സ്പർശനമാണ്. ഈശോയാണ് വിടുതൽ നൽകുന്നത്. ഈശോ തൊട്ടെങ്കിൽ മാത്രമേ നമുക്ക് സൗഖ്യമുണ്ടാകുകയുള്ളൂ. തിന്മയുടെ ആസക്തികളുടെ മേഖലകളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയുള്ളൂ. ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത നാളിൽ പോളണ്ടിൽ പോയപ്പോൾ യുവജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നിങ്ങൾ വെറും കാഴ്ചക്കാരായി വർത്തിക്കരുത്. ഗാലറിയുടെ പിന്നിലിരിക്കുന്ന കാഴ്ചക്കാരെ പോലെ കളി കാണുന്നവരാകരുത്. നിങ്ങൾ കളിക്കുന്നവരാകണം. സഭയിൽ കാഴ്ചക്കാരില്ല. യുവജനങ്ങളെ കാഴ്ചക്കാരായിട്ട് നിലകൊള്ളരുത്. അവർ കുർബാന കാണുന്നവരും മറ്റ് ആരാധനക്രമത്തിലെ കാര്യങ്ങളെല്ലാം വെറുതെ കാണുന്നവരുമാകരുത്. അവർ എല്ലാറ്റിലും സജീവമായിട്ട് ഉൾപ്പെടുന്നവരാകണം എന്നാണ് മാർപ്പാപ്പ ഉദ്ദേശിച്ചത്. അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് മാർപ്പാപ്പ ഉദ്ദേശിച്ചത്. അതിന് യുവജനങ്ങൾ തന്നെ അടിമത്തത്തിൽ നിന്ന്, ആസക്തികളുടെ പിടിയിൽ നിന്ന്, തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട് അവർ സമൂഹത്തെ, ലോകത്തെ, ചുറ്റുപാടുമുള്ള ആളുകളെ സ്വതന്ത്രരാക്കുവാൻ കെൽപ്പുള്ളവരായി തീരണം എന്നുള്ളതാണ് ഒരു വലിയ സത്യം. അതുകൊണ്ട് ഇത് സാധിക്കണമെങ്കിൽ നമുക്കൊരു ദൈവാനുഭവമാണ്. നമ്മളെല്ലാവരും ദൈവാനുഭവത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സ്പർശനത്തിൽ എപ്പോഴും ആയിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവ് നമ്മളെ തൊടുമെങ്കിൽ മാത്രമേ നമ്മൾ സ്വതന്ത്രരായിത്തീരുകയുള്ളൂ. നമുക്കറിയാം, പെന്തക്കോസ്തായുടെ അനുഭവത്തിന് ശേഷം ദുർബലരായ, ഭയചകിതരായിരുന്ന അപ്പസ്തോലന്മാർ അവർ ആത്മാവിൻ്റെ അഗ്നി നിറഞ്ഞപ്പോൾ അവർ സ്വതന്ത്രരായി, അവർ വിടുതൽ പ്രാപിച്ചു. പിന്നെ അവർ ഓടി നടന്ന് മറ്റുള്ളവരെ വിടുതലിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്, രക്ഷയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പത്രോസിനോട്, യോഹന്നാനോടും എതിരാളികൾ, പ്രതിയോഗികൾ പറഞ്ഞു, യേശുവിനെ ഒരിക്കലും പ്രഘോഷിക്കരുത്, ഇനി മേൽ യേശുവിൻ്റെ നാമം ഇവിടെ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ പത്രോസും യോഹന്നാൻ പറഞ്ഞതെന്താണ്? നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:20 വായിക്കുന്നുണ്ട്, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ. അതാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ കണ്ടറിഞ്ഞ, കേട്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം, ആത്മാവിൻ്റെ ശക്തി, അത് ഞങ്ങൾക്ക് മൂടിവെക്കാനാവില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ ഇതാണ് നമുക്ക് പ്രചോദനം നൽകുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മളവിടെ കാണുന്നുണ്ട്, പ്രവാചകൻ തൻ്റെ പാപങ്ങൾ ദൈവത്തിൻ്റെ മഹത്വമേറിയ ആ ദർശനത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞപ്പോൾ അദ്ദേഹം നീതീകരിക്കപ്പെടുകയാണ്, വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നമുക്കറിയാം അവിടെ എന്താണ് കാണുന്നത്? കർത്താവ് തന്നെ ഒരു മാലാഖയെ അയച്ച് പ്രവാചകനെ വിശുദ്ധീകരിക്കുകയാണ്. സ്വർഗത്തിലെ അൾത്താരയിൽ നിന്നെടുത്ത ഒരു തീക്കല്ല് കൊണ്ട് പ്രവാചകനെ വിശുദ്ധീകരിക്കുകയാണ്. അവിടെ 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയുന്നു, നിൻ്റെ അധരങ്ങളെ ഈ തീക്കല്ല് സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് പ്രവാചകൻ വിടുതൽ പ്രാപിച്ചത്. ഈ വിടുതലാണ് നമുക്ക് ആവശ്യം. ആത്മാവിൻ്റെ അഗ്നി നമ്മളിൽ കത്തിക്കഴിയുമ്പോൾ, ജ്വലിച്ചു കഴിയുമ്പോൾ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കും, വചനം പ്രഘോഷിക്കാൻ സാധിക്കും, സ്നേഹിക്കാൻ സാധിക്കും, ക്ഷമിക്കാൻ സാധിക്കും, വിട്ടുവീഴ്ച കാണിക്കാൻ സാധിക്കും. നമ്മുടെ കുടുംബത്തിലെ ജീവിതവും സമൂഹത്തിലെ ജീവിതവും നമ്മുടെ പ്രവർത്തന മേഖലകളും എല്ലാം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള ആ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടുന്ന സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എല്ലാ മേഖലകളെയും, പ്രത്യേകിച്ച് തിന്മയുടെ ബന്ധനങ്ങൾ, ആസക്തികളെല്ലാം എന്നിൽ നിന്ന് അവിടുന്ന് എടുത്തു മാറ്റണമേ. ഈശോയെ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എനിക്ക് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നൽകണമേ. പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ അവിടുത്തെ മുമ്പിൽ വ്യാപരിക്കുവാൻ, അനേകരെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയിലേക്ക് നയിക്കുവാൻ, രക്ഷയുടെ
നിത്യതയുടെ തീരത്തേക്ക് അനേകരെ എത്തിക്കുവാൻ എന്നെയും എൻ്റെ പ്രവർത്തന മേഖലകളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.